ഇന്നത്തെ വീഡിയോയിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ചില ചെടികളും അവ നട്ടിരിക്കുന്ന രീതിയും അവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പോട്ടുകളെയും പറ്റിയുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായി അനായാസം ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാം, ഈ രീതി ആർക്കും പരിശോധിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ എൻ്റെ അടുക്കളയിൽ സൂക്ഷിച്ചിട്ടുള്ള ചില ഇൻഡോർ പ്ലാന്റുകളാണ്. ഐസ്ക്രീം വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷം സൂക്ഷിച്ചു വച്ചിരുന്ന കൊച്ചു കൊച്ചു പോട്ടുകൾ, അതുപോലെ കപ്പും സോസറിൻ്റെ കപ്പ് ഉപയോഗം കഴിഞ്ഞത്, തൈരിൻ്റെ ചെറിയ ബോട്ടിൽ, മിൽക്കി മിസ്റ്റിൻ്റെ ചെറിയ ബോട്ടിൽ തുടങ്ങിയവയൊക്കെയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടുകൾ. അപ്പോൾ ഇതിൽ ഓരോന്നിലും വെള്ളം ഒഴിച്ച് ഒന്നോ രണ്ടോ തണ്ട് വാട്ടർ പ്ലാന്റായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പോത്തോസാണ്, അതായത് നമ്മുടെ മണി പ്ലാന്റുകൾ. ഇതുപോലത്തെ ഉപയോഗം കഴിഞ്ഞ കപ്പുകൾ സൂക്ഷിച്ചു വച്ചിരുന്ന് ഇതിലാണ് ഞാനിതെല്ലാം ഇടുന്നത്. കുറച്ച് വെള്ളവും ഒഴിച്ച് അടുക്കളയിലെ ജനൽപ്പടിയിൽ, കിച്ചൻ്റെ ജനലിൻ്റെ പടിയിൽ സൗകര്യമുള്ളതുപോലെ നമുക്ക് സൂക്ഷിക്കാം. ഈ വെള്ളം ഡെയിലിയോ ഒന്നിടവിട്ടോ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും. വളരെ ഈസിയായിട്ട് നമ്മൾ അടുക്കളയിലെ വാഷ് ബേസിൻ്റെ മേളിലെ ജനൽപ്പടിയിൽ വയ്ക്കാം. അതുപോലെ ഇടമുള്ളിടത്തൊക്കെ നമുക്ക് കൊണ്ടുപോയി സൂക്ഷിക്കാം. ബെഡ്റൂമിൽ വേണ്ട, ചിലപ്പോൾ തട്ടിമറിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. ഇതുപോലെ ഇതിൽ പലതരം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട മണി പ്ലാന്റുകളാണ്. പാഴ്വസ്തുക്കളായിട്ട് നമ്മൾ കളയുന്ന, വലിച്ചെറിയുന്ന ഓരോ കൊച്ചു കൊച്ചു സാധനങ്ങളും നമുക്കിതുപോലെ ഉപയോഗപ്പെടുത്തിയെടുക്കാം. അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ ഇതാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടുകൾ.